ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് ഞാൻ വന്ന സമയത്ത് 2 വർഷമായിട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് UK ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു. IELTS OET അങ്ങനെയൊക്കെ പഠിച്ചിരിക്കുന്നവരെയൊക്കെ പെട്ടെന്ന് അവർ കയറ്റിക്കൊണ്ട് വരുമായിരുന്നു. പിന്നെ ഒരു സാഹചര്യത്തിൽ കുറച്ച് 2-3 മാസങ്ങളായിട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞു പോയെന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കേട്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് ട്രസ്റ്റുകളിലേക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട്, റിക്രൂട്ട്മെൻറ്റിന് ആവശ്യത്തിനുള്ള എമൗണ്ട് കിട്ടുന്നില്ല എന്നായിരുന്നു ഒരു ന്യൂസ് കേട്ടത്. അതൊരു പക്ഷേ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ തീരാൻ പോവുമായിരുന്നു. അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിലാണ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിനേക്കാളും കൂടുതൽ എമൗണ്ട്, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് എമൗണ്ട് റിലീസായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ റിക്രൂട്ട്മെൻറ്റുകൾ കൂടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. റിക്രൂട്ട്മെൻറ്റ് കുറയാനുള്ളതിൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത്, ഒരു ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് നഴ്സിംഗ് ഷോർട്ടേജ് വന്നിരുന്നത് കൊണ്ട് അവർ കുറച്ചും കൂടെ മുന്നോട്ട് കണക്കൂട്ടി റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി. അതായത് അടുത്ത 2-3 വർഷത്തേക്കൊക്കെ റിട്ടയർ ആവാനുള്ള ആളുകളെ കണക്കൂട്ടി അത്രയും ന്യൂലി ആയിട്ടുള്ള സ്റ്റാഫുകളെ അവർ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ അതായത് ഈ റിട്ടയർ ആകുമ്പോഴേക്കും പുതിയതായിട്ട് ഇവരെടുത്ത സ്റ്റാഫുകൾ ജോലിയെല്ലാം പഠിക്കാനും അവർ കേപ്പബിൾ ആകാനും തന്നെത്താനെ നിൽക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി വരുത്താനുമായിട്ടൊരു അടുത്ത 2-3 വർഷത്തേക്കുള്ള കണക്കുകൾ അവർ മുന്നേ കൂട്ടി കുറേ റിക്രൂട്ട്മെൻറ്റ് നടത്തിയായിരുന്നു. പക്ഷെ ഇങ്ങനെ അവർ മുൻകൂട്ടി കണ്ട് റിക്രൂട്ട് ചെയ്തിട്ടും വേറൊരു ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാളികളിൽ പലരും ഇപ്പോൾ പല വാർഡുകളിലും വർക്ക് ചെയ്യുന്ന പല വാർഡുകളിലും എനിക്ക് തോന്നുന്നു 50% വരെ മലയാളികൾ വരുന്നുണ്ട്. ബാക്കിയാണ് വേറെ പല രാജ്യക്കാരും, ഈവൻ ഇന്ത്യയിൽ നിന്ന് പലരും ഉള്ളവർ കൂടിയാലും ബാക്കിയുള്ള സ്റ്റാഫാണ് വരുന്നത്. എല്ലായിടത്തും അല്ല കേട്ടോ, ചില എളുപ്പമുള്ള, അതായത് ഈസി ഗോയിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടുതൽ അവരുടെ ആളുകൾ, വെളുത്ത ആളുകളോ അല്ലെങ്കിൽ കറുത്ത ആളുകളോ അങ്ങനെയുള്ളവരെയാണ് കാണുന്നത്. കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യേണ്ട വാർഡുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൽ. അങ്ങനെയുണ്ട് ഒരു ട്രെൻഡ്. സ്ട്രഗിൾ ചെയ്യുന്ന വാർഡുകളിൽ നമ്മുടെ ആളുകളാണ് കൂടുതൽ. അതായത് പുറത്തുനിന്ന് വരുന്ന സ്റ്റാഫുമാരെയാണ് അവർ കൂടുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഇടത്താവളമായിട്ടാണ് UK കണ്ടത്. അതായത് ഒരു 3 വർഷത്തേക്ക് ഇവർ നമ്മൾ കോൺട്രാക്റ്റിലാണ് ഇവിടെ കയറ്റുന്നത്. ആ 3 വർഷം കൊണ്ട് ഓസ്ട്രേലിയയുടെ, ന്യൂസിലൻഡ് ഇവിടേക്കെന്ന് വെച്ചാൽ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുക. പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുക. അങ്ങനെ ഒരുപാട് മലയാളികൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേക്കൻസികൾ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഫൈനാൻഷ്യൽ ഇയർ മാറി ഇപ്പോൾ കൂടുതൽ എമൗണ്ട്, അതായത് കൂടുതൽ ട്രസ്റ്റിലേക്ക് മണി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് ട്രസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അവർ. എന്നാലും COs വരെ കിട്ടിയിരുന്ന പലരോടും ട്രസ്റ്റിന് ഫൈനാൻസ് ഇല്ല, ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് ട്രസ്റ്റിന് ഇല്ല എന്ന് പറഞ്ഞാണ് ഫർദർ പ്രോസസ്സിങ് നടക്കാതിരുന്നത്. അപ്പോൾ അവരുടെ പലരുടെയും ഫോർവേഡ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ ഒരു എക്സാക്റ്റ് റീസൺ ആയിട്ടൊന്നും അല്ല പറയുന്നത്, എന്നാലും ഒരിടയ്ക്കൊരു ടോക്ക് ഉണ്ടായിരുന്ന കാര്യം ജസ്റ്റ് ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻസ്, മലയാളികൾ എല്ലാവരും തന്നെ പല രാജ്യങ്ങളിലും, പുറത്ത് പല രാജ്യങ്ങളിലും പോയി പഠിച്ചല്ല വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരും നല്ലപോലെ നോളജ് ഉള്ളവരുമായിരുന്നു. അപ്പോൾ ഈ ഒരിടയ്ക്ക് ഇവർക്ക് ഇത്രയേറെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞപ്പോൾ റിക്രൂട്ട് ചെയ്ത പലരും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഉൾപ്പെടെ പലർക്കും എക്സ്പീരിയൻസ് കുറവുള്ള, അതായത് ജസ്റ്റ് പഠിച്ചിറങ്ങിയവർ തൊട്ട് മാസങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരും ജസ്റ്റ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ എല്ലാവരും അവരുടെ ഒരു സ്ട്രഗിളിൻ്റെ ടൈമിൽ കിട്ടിയ എല്ലാവരെയും IELTS OET പാസ്സായ എല്ലാവരെയും അവർ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ റിക്രൂട്ട് ചെയ്തപ്പോൾ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ പുതിയതായിട്ട് വന്ന നഴ്സസിന്, ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നോളജ് വൈസുള്ള എക്സ്പീരിയൻസും കുറവായതായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് അവർ നോട്ടീസ് ചെയ്തിരുന്നു. പല കാര്യങ്ങളും പണ്ടത്തെ നഴ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോളജ് കുറവുള്ളതുപോലെ അവർ നോട്ടീസ് ചെയ്തു. നമ്മളെന്താ പറയുക, നമ്മളൊരു ക്ലിനിക്കുമായിട്ട് എക്സ്പോഷർ വന്നു കഴിയുമ്പോഴാണ് ഓഫ് കോഴ്സ് നമുക്കൊരു
പിടിച്ചു നിൽക്കാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ നിന്നാണ് ഗെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൾച്ചറൽ ഷോക്ക് ഉണ്ട്. ഇത് വേറൊരു കൾച്ചറാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ കേട്ടിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നും അല്ല ഇവിടെ ഇവർ സംസാരിക്കുന്നത്, വേറെന്തോ ഗോത്ര ഭാഷയിലുള്ള ഇംഗ്ലീഷാണ്. അതുകൂടാതെ ആക്സെൻറ്റുകൾ, ഇപ്പോൾ റൊമാനിയൻ ആയിട്ടുള്ള ഒരാളുടെ ഇംഗ്ലീഷ് ആക്സെൻ്റ് ആയിരിക്കില്ല ബ്രിട്ടീഷ് ആയിരിക്കില്ല. ഇപ്പോൾ കറുത്ത ആൾക്കാരാണെങ്കിൽ തന്നെ അവരുടെ പല രാജ്യക്കാരുണ്ട്. ഇപ്പോൾ ഗാന എന്നുള്ള ഒരാളുടെ ആക്സെൻ്റ് ആയിരിക്കില്ല നൈജീരിയ എന്നുള്ള ഒരാളുടെ ആക്സെൻറ്റ്. അപ്പോൾ പല ആക്സെൻറ്റുകൾ, ഫിലിപ്പിനോസ് അതിൻ്റെ ഇടയ്ക്ക് പല നാടുകളും മിക്സപ്പ് ചെയ്ത് പല ആക്സെൻറ്റുകൾ. എനിക്കത് ഏറ്റവും കൂടുതൽ സ്ട്രഗിളായിട്ട് തോന്നിയത് ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സർജൻസ് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം തന്നെ അവർ പറയുന്നത് പല രീതിക്കാണ്. ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്ത് ഞാൻ ട്രേസബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പം ട്രേസബിലിറ്റി അപ്പോൾ അങ്ങനെ ഒരു ആക്സെൻറ്റിലാണ് നമ്മളത് ക്യാൻ യു ഗിവ് മീ ദ ട്രേസബിലിറ്റി ഫോം. അപ്പോൾ ഒരു രാജ്യത്തു നിന്നുള്ള ഒരാൾ, ഇത് രാജ്യം ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, രാജ്യത്തു നിന്നുള്ള ഒരാൾ ട്രേസബിലിറ്റി ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ദൈവമേ ഇത് എന്ത് സാധനമാണാവോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അവർ ചോദിക്കുക ട്രേസബിലിറ്റി ഫോം ഉണ്ടോ. അതായത് നമ്മുടെ ആക്സെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവർ പല ജോക്കുകളും നമ്മളോട് പറയാ, ജോക്കുകളൊന്നും നമുക്ക് മനസ്സിലാവാതെ പോകും, കറക്റ്റ് സമയത്ത് നമ്മൾ ചിരിക്കാതെ പോകും. നമ്മൾ പിന്നെ മനസ്സിലാക്കി വന്ന് ചിരിക്കുമ്പോൾ എല്ലാവരും ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരു നഴ്സസിന് ഇതൊക്കെ ഒരു സ്ട്രഗിളായിരുന്നു നമ്മൾ വന്ന സമയത്ത്. പക്ഷെ പുറത്ത് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളവർക്ക് അത്ര ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ പല രാജ്യക്കാരുമായിട്ട് മുമ്പും ഇടപഴകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദുബായിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൊരു നേഴ്സാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അവർ ദുബായിലും ഫിലിപ്പിനോസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, കറുത്ത ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആക്സെൻറ്റുകളൊക്കെ ആയിട്ട് ഒരു പരിചയം ഉണ്ടാകുമായിരിക്കും. നമുക്ക് ആ പരിചയക്കുറവും ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർ കണക്കിലെടുത്തിട്ടില്ല. അവർ ജസ്റ്റ് കണക്കിലെടുക്കുന്ന ഇന്ത്യയിൽ നിന്ന് വന്ന നഴ്സസ്. എന്നെയും അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരു നഴ്സിനായിട്ട് അവർ കമ്പയർ ചെയ്യും. ഞാൻ വന്ന സമയത്ത് ഞാൻ യങ്ങായിരുന്നു, ഇപ്പോഴും യങ് തന്നെ കേട്ടോ, എന്നാലും ഞാൻ പറയുന്നത് കുറച്ചുകൂടെ യങ്ങായിരുന്നു. അപ്പം 25 വയസ്സുള്ള എന്നെ 40 വയസ്സുള്ള ഒരു നഴ്സിനായിട്ട് അവർ കമ്പയർ ചെയ്യുന്നു. അവർ രണ്ടുപേരും ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ, എന്നിട്ട് ഈ ആൾക്ക് ഇത്രയും വർക്ക് ചെയ്യുന്നുള്ളല്ലോ, ആ ആൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളെ രണ്ടുപേരും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത് 2 ഇൻഡിവിജ്വൽസ് ആണ്. അതുകൂടാതെ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും നമ്മുടെ നോളജും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും നോളജും നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരിടയ്ക്ക് സംസാരത്തിലുണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു. അതായത് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് വരുന്ന നഴ്സസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന നഴ്സസിന് അവർക്ക് എക്സ്പീരിയൻസും നോളജും കുറവാണെന്നുള്ളൊരു ടോക്ക് കൂടി ഇടയ്ക്കുണ്ടായിരുന്നു. ഒരു എക്സാക്ട് റീസൺ ഒന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്നലെ ഇത്തിരി വൈകിയായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നടന്നാലേ നമുക്ക് ഡ്യൂട്ടി ടൈമിൽ അവിടെ എത്തുള്ളൂ. സ്പീഡിൽ നടന്നു തുടങ്ങിയ എനിക്ക് സംസാരിക്കാനും കൂടെ പറ്റില്ല, നമുക്ക് ബ്രത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ബാക്കി വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാട്ടോ, 9:30 ആയിട്ടാകുമ്പോൾ എനിക്കിന്ന് 10 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 to 8 ആണ് ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ്. അവർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് മാറ്റിയിടും കേട്ടോ. നമുക്ക് റിക്കവറിയിലായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ നട്ടുച്ചയ്ക്കൊക്കെ എണീറ്റ് നടന്ന് ഡ്യൂട്ടിക്ക് പോയാൽ മതി. വേറൊരു വാർഡുകളിൽ ആ പരിപാടി നടക്കില്ല കേട്ടോ. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. പിന്നെ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ പ്രവാസികളായ മലയാളികൾക്കും പേടിയുള്ളൊരു വാക്കാണ് സ്വദേശവൽക്കരണം. അപ്പോൾ നമ്മുടെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് കുറയാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ നഴ്സിംഗ് പഠിക്കുന്നവരെയൊക്കെ കുറേ കൂടി എൻകറേജ് ചെയ്ത് ഇവരുടെ സ്റ്റാഫിനെ തന്നെ റിക്രൂട്ട് ചെയ്യാനായിട്ട്, ഇവിടെ പഠിച്ച കുട്ടികളെ തന്നെ റിക്രൂട്ട് ചെയ്യാനായിട്ട് കുറേ കൂടി ഇവർ ട്രൈ ചെയ്യും. അങ്ങനെ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ തന്നെ ഇവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന എക്സ്പെൻസ് ഒരുപാട് ഇവർക്ക് കുറവാണ്. നമുക്കിവർ ഒരുപാട് എക്സ്പെൻസ് എന്നാണ് നമ്മളെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ഇവർക്കത് കുറവാണ്. ഇവർ തന്നെ പഠിപ്പിച്ച് അപ്പോൾ ഇവിടെ ലാംഗ്വേജുമായിട്ടും ഇവിടുത്തെ കൾച്ചറുമായിട്ടും എല്ലാം പരിചയമുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആ രീതിക്കുള്ള എക്സ്പെൻസൊക്കെ വളരെ കുറവായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുമാനത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കുറയാനായിട്ടുള്ള കാരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നി. ഞാൻ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഓർമ്മ കിട്ടി അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നുണ്ടല്ലോ,
നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പൊതുവേ അതങ്ങനെ പറയാറില്ല, എന്നാലും നമുക്കതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.